കാലിക്കറ്റ് സർവകലാശാല BA മലയാളം സിലബസിൽ നിന്ന് റാപ്പർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ വിദഗ്ധ സമിതിയുടെ ശുപാർശ. വേടന്റെ പാട്ടിൽ ആശയക്കുഴപ്പമുണ്ടെന്നും കുട്ടികൾക്ക് പഠിക്കാനുള്ളതല്ലെന്നും വിദഗ്ധ സമിതി. വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്കും തുടർന്ന് ചാൻസലർക്കും സിൻഡിക്കേറ്റ് മെമ്പറായ AK അനുരാജ് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, ഇത് വലിയ വിവാദത്തിനിടയാക്കിയ സംഭവമാണ്. ഒടുവിൽ സിലബസിൽ നിന്ന് വേടന്റെ പാട്ട് നീക്കം ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു. വിവരങ്ങൾ. നീലിമ, വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ ഗാനം റാപ്പ് സംഗീതമാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാളം ബിരുദ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു. ഇയാളുടെ പാട്ട് ഇത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല എന്നതായിരുന്നു പരക്കെ ഉണ്ടായിരുന്ന ഒരു അഭിപ്രായം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സിൻഡിക്കേറ്റ് അംഗമായ AK അനുരാജും അതോടൊപ്പം തന്നെ മറ്റ് 4 പേരും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ഈ പാഠ്യപദ്ധതിയിൽ നിന്നും വേടൻ്റെ ഗാനം ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയാണ് നൽകിയിരുന്നത്. കാലിക്കറ്റ് സർവകലാശാല VC-ക്കും അതോടൊപ്പം തന്നെ ചാൻസലർക്കും അടക്കം ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നു. പിന്നീട് ചാൻസലറുടെ രാജ്ഭവനിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർക്ക് ലഭിച്ചു. ഇത് പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. അതിനുശേഷമാണ് കാലിക്കറ്റ് സർവകലാശാല VC P രവീന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെയാണ് നിയോഗിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഭാഷ വിദഗ്ധൻ കൂടിയായിട്ടുള്ള M ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് പരിശോധിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ് ഈ ഒരു ഗാനം ഈ ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഇത് ഒരു കൃത്യമായ ഒരു ആശയം നൽകാത്ത ഗാനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മൈക്കൽ ജാക്സന്റെ ഒരു ഗാനവുമായി താരതമ്യ പഠനം ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ വേടൻ്റേതും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു താരതമ്യ പഠനം എന്ന രീതിയിലുള്ള ഗാനമാണ് വേടൻ്റേത് ആയിട്ടുള്ളത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരിക്കലും യോജിക്കുന്നതല്ല. കാരണം മൈക്കൽ ജാക്സൻ്റേത് സംഗീതത്തിന് കൂടി പ്രാധാന്യം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ പ്രശസ്തരായ എഴുത്തുകാർ എഴുതിയ ഗാനമാണ്. അതിന് കൃത്യമായ ആശയങ്ങൾ ഉണ്ട്. പക്ഷേ വേടൻ്റെ പാട്ടിന് അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും തന്നെ ഇല്ല. അത് സമൂഹത്തിന് തെറ്റായ ഒരു ധാരണ അല്ലെങ്കിൽ പ്രചാരണം നൽകുന്നത് കൂടിയാണ്. മാത്രമല്ല വേടനും അത്തരത്തിലുള്ള ഒരു വ്യക്തി കൂടിയാണ്. പ്രത്യേകിച്ച് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി. ഈ സംഭവത്തിൽ പോലീസിൽ കേസുണ്ട്. അതോടൊപ്പം തന്നെ മദ്യപാനം നടത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് താൻ തന്നെ ഇത് ഒരു പുതുതലമുറയ്ക്ക് മാതൃക അല്ല എന്ന് വേടൻ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ ഗാനം പ്രത്യേകിച്ച് ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തുമ്പോൾ അത് തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിനും നൽകും എന്നതായിരുന്നു പ്രധാനമായും ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് ഈ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചതും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിദഗ്ധ സമിതി ഇത് കൃത്യമായി നിരീക്ഷണം നടത്തി ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തരുത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമായും പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഇതുതന്നെയാണ്. ഒരു ആശയവും സംവദിക്കാത്ത ഒരു ഗാനമാണ് വേടൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് തെറ്റായ ഒരു പ്രചാരണമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നൽകുക. മാത്രമല്ല നിലവാരമില്ലാത്ത ഒരു ഗാനം കൂടിയാണ് വേടൻ്റേത്. അതുകൊണ്ട് തന്നെ ഇത് പാഠ്യപദ്ധതിയിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളതാണ് പ്രധാനമായും ഈ വിദഗ്ധ സമിതി ഉന്നയിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ പിന്നീട് ഉണ്ടാകും. നിലിമ. ശരി, ശിവദാസാണ് വളരെ വിശദമായ റിപ്പോർട്ട് പങ്കുവച്ചത്.